ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇത് ഞങ്ങളുടെ സ്നോഡോണിയ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ്. സോ ആദ്യത്തെ ദിവസത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇപ്പം വൈകിട്ട് 3 മണി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം പോകുന്നത് സ്നോഡോണിയയിലെ മൗണ്ടെയിൻ റെയിൽവേയിൽ കയറാനായിട്ടാണ്. ഇപ്പം നമ്മൾ ഈ പോകുന്ന റോഡ് തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണെന്ന്. 2 മലനിരകൾക്കിടയിലൂടെ പോകുന്ന ഈ റോഡ്, ഈ പോണ വഴി തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് വ്യൂസൊക്കെ ആസ്വദിച്ചാണ് പോകുന്നത്. ഇപ്പം ഇതിൽ ഈ കാണുന്ന പോലെയുള്ള ഈ മലയുടെ ഏറ്റവും ടോപ്പിലോട്ടാണ് നമ്മൾ ഈ ട്രെയിൻ വഴി കയറി പോകാനായിട്ട് പോകുന്നത്. ഇനി ഇത് ആൾക്കാർ നടന്നു കയറുന്നവരും ഉണ്ടോ, ട്രക്കിങ് ചെയ്യുന്നവരും ഒത്തിരി നമുക്ക് ഈ വഴിയിലൊക്കെ കാണാം. ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ ഞങ്ങൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ സമ്മർ ടൈമിൽ നേരത്തെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം ഇത് UK തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് സമ്മർ ടൈമിൽ. നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു റെയിൽവേ ജേർണി എന്നാണ് ഈ സ്നോഡോണിയ മൗണ്ടെയിൻ റെയിൽവേനെ കുറിച്ച് പറയുന്നത്. സോ ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു ട്രിപ്പിനായിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം. അങ്ങനെ ഞങ്ങളിവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകളൊക്കെ വാങ്ങി നല്ല ചൂടുള്ള ചായയൊക്കെ കുടിച്ച് എല്ലാവരും ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ കാലാവസ്ഥ നല്ല അടിപൊളിയാണ്. അധികം തണുപ്പൊന്നുമില്ല, ഫോഗും കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മൗണ്ടെയിൻ വ്യൂ ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ചൂച്ചു ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ട്രെയിനിൽ കയറി അതിൻ്റെ വ്യൂസൊക്കെ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ മൗണ്ടെയിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു 30 മിനിറ്റ് റെസ്റ്റിംഗ് ടൈം ഉണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് ആസ്വദിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും വാഷ്റൂമും ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് ഷോപ്പും കൂടി ഉണ്ട്. അങ്ങനെ അരമണിക്കൂറിന് ശേഷം റിട്ടേൺ ട്രെയിന് ഞങ്ങൾ തിരിച്ചു വരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒത്തിരി പേര് നടന്ന് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഓൾ ട്രിപ്പ് ട്രെയിനിന് ഏകദേശം 2-2.5 മണിക്കൂറാണ് അവർ പറയുന്നത്. മലകയറ്റമൊക്കെ ഇഷ്ടമുള്ളവർക്ക് 1 സൈഡ് ടിക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്.
ഏതായാലും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ നോർത്ത് വെയിൽസിലെ സ്നോഡോണിയ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത ദിവസത്തെ സ്നോഡോണിയ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.